നമസ്കാരം. ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും ശക്തമായ സമുദായ സംഘടനകളിലൊന്നായ നായർ സർവീസ് സൊസൈറ്റിയും BJPയും തമ്മിലുള്ള ബന്ധം മുമ്പെങ്ങുമില്ലാത്ത വിധം സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഡൽഹിയിലെ മന്നം സ്മൃതി മണ്ഡപ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും നടത്തിയ പരാമർശങ്ങൾ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ നേരിട്ട് ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. എന്നാൽ തൊട്ടുപിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ അനുനയ നീക്കം BJPക്കുള്ളിലെ രണ്ട് വ്യത്യസ്ത ചിന്താഗതികളെ പുറത്തു കൊണ്ടുവരുന്നു. ഡൽഹിയിൽ ഒരു നയം, കേരളത്തിൽ ഒരു നയം എന്ന BJPയുടെ ഇരട്ടത്താപ്പാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് ആദ്യം. My humble request to all the trustees of NSS all over the world. You never think that you are everything. You are everything because of the great contribution of our Karmayogi Mannat Padmanabhan. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ NSS ജനറൽ സെക്രട്ടറിയുടെ പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരെയാണ് ലക്ഷ്യമിട്ടതെന്ന് എല്ലാവർക്കും മനസ്സിലാകും. മന്നം സമാധിയിൽ അനുമതി നിഷേധിച്ചതിലുള്ള അമർഷം BJP കേന്ദ്ര നേതൃത്വത്തിന് ഇപ്പോഴുമുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ പരസ്യ പ്രതികരണം. വരുന്ന അവിടുത്തെ നടപടിക്രമങ്ങളുമായി ശക്തമായി മുന്നോട്ട് പോകും. നമുക്കതിനകത്ത് ദുഃഖമുണ്ടോ? നമ്മൾ അതിന് ഓൾട്ടർനേറ്റീവ് കണ്ടെത്തണം. ഇതൊരു ഓൾട്ടർനേറ്റീവാണ്. അതിനെ അവർ എതിർക്കുന്നില്ലല്ലോ. പെരുമയെന്ന് പറയുന്നത് മന്നത്ത് അപ്പൂപ്പന്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു മഹത്തായ സ്ഥാപനമാണ്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നടത്തുന്നതിന് കാലം പ്രവർത്തിക്കും. ഓർഗാനിക് ആയിട്ടുള്ള കോസ്മിക് ലോ ഉണ്ട്. ആ കോസ്മിക് ലോ പ്രകാരം അതിന്റെ ശുദ്ധീകരണം എല്ലാം നടന്നോളും. അതിപ്പോ ഇരിക്കുന്നവർ നടത്തിയെന്ന് വരും. ആവുന്നില്ലേ? ഇലക്ഷന് ശേഷം വലിയ ശുദ്ധി നടന്നില്ലേ? പെരുന്നയിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടതിന്റെ അമർഷം മുഴുവൻ സുരേഷ് ഗോപിക്കുമുണ്ട്. പെരുന്ന സ്വയം ശുദ്ധീകരിക്കപ്പെടും എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന NSS നേതൃത്വത്തോടുള്ള പരസ്യ വെല്ലുവിളിയാണ്. NSS നേതൃത്വം BJP നേതാക്കളോട് കാണിക്കുന്ന അയിത്തം ഇനി വെച്ചുപൊറുപ്പിക്കില്ല എന്ന കർക്കശമായ സന്ദേശമാണ് സുരേഷ് ഗോപി നൽകുന്നത്. എന്നാൽ കേന്ദ്ര നേതാക്കൾ കടുത്ത ഭാഷയിൽ വിമർശിക്കുമ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ NSSനെ ചേർത്തു പിടിക്കുന്നത് BJPയുടെ ഒരു തന്ത്രപരമായ നീക്കമാണ്. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കെതിരെ BJP എന്ന തലത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ വിശദീകരണത്തിലൂടെ പറഞ്ഞു. പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് സംഘടനയെ ബഹുമാനിക്കുന്നുവെന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. ഇതുവഴി സമുദായ വോട്ടർമാരെ അകറ്റാതിരിക്കുക എന്നതാണ് അടവ്. സുകുമാരൻ നായരുമായി തനിക്കുള്ള വ്യക്തിപരമായ സംസ്ഥാന നേതൃത്വത്തിനുള്ള അടുപ്പം എടുത്തു പറയുകയും അതേസമയം തന്നെ കേന്ദ്ര നേതൃത്വത്തെയും സുരേഷ് ഗോപിയെയും മുൻനിർത്തി NSS നേതൃത്വത്തിന്റെ രാഷ്ട്രീയ പിടിവാശികളെ തകർക്കുക എന്ന തന്ത്രവുമാണ് BJPയുടേത്. NSS എന്ന പ്രസ്ഥാനത്തെ തള്ളിപ്പറയാതെ തന്നെ അതിന്റെ നിലവിലെ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കി അനുകൂലമാക്കുക എന്ന കഠിനമായ രാഷ്ട്രീയ വ്യായാമമാണ് BJP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജയ് ഹിന്ദ് ന്യൂസ്. ഇന്ന് ഈ ചർച്ചയിൽ എന്നോടൊപ്പം കോൺഗ്രസ് പ്രതിനിധി ദുൽഖുഫിൽ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് P കൃഷ്ണദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ MS വേണുഗോപാൽ എന്നിവരാണ് അതിഥികൾ. ആദ്യം ദുൽഖുഫിലേക്കാണ്. ദുൽഖുഫിൽ, ഈ ഡൽഹിയിൽ ഒരു നയം, ഇവിടെ കേരളത്തിൽ മറ്റൊരു നയം, ഇതാണ് BJPയുടെ ഇരട്ടത്താപ്പ്. നമ്മൾ പല വിഷയങ്ങളിലും കണ്ടതാണ്. എങ്ങനെ കാണാം ഇതിനെ? അല്ല, അത് സ്വാഭാവികമായിട്ടും ഒരു ഭാഗത്തുനിന്ന് തല്ലൽ, മറുഭാഗത്തുനിന്ന് തലോടൽ എന്ന BJPയുടെ എല്ലാ കാലത്തെയും ഒരു നയത്തിന്റെ ഭാഗമായി കണ്ടാൽ മതി. നമുക്കറിയാം, ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴായും BJP എടുക്കുന്ന സമീപനം എന്താണ്? കേരളത്തിലെത്തുമ്പോൾ വളരെ സൗമ്യമായി ഇടപെടും. കേരളത്തിന് പുറത്തെത്തുമ്പോൾ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങളും അതോടൊപ്പം തന്നെ അവരെ എങ്ങനെയൊക്കെ അവഹേളിക്കാൻ സാധിക്കും ആ തരത്തിലുള്ളൊരു സമീപനമാണ് സ്വീകരിക്കാറ്. അതായത് RSS വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന, സംഘപരിവാർ വിരുദ്ധ സമീപനം എടുക്കുന്ന ഏത് സംഘടനയും ഞങ്ങൾ തകർക്കുമെന്നുള്ള, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്തുമെന്നുള്ള ഒരു സമീപനമാണ് ഈ വിഷയത്തിലും സ്വീകരിക്കുന്നത്. അതിന്റെ മറ്റൊരു അപ്ഡേറ്റ് വെർഷനാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ അതൊരു ഹൈന്ദവ സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പുരോഗമന നിലപാട് സ്വീകരിക്കുന്ന, പലപ്പോഴും ഞങ്ങൾ അവരുടെ അഭിപ്രായ വ്യത്യാസത്തിൽ ഞങ്ങൾ പറയാറുണ്ട്. അവർ രാഷ്ട്രീയ നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായ വ്യത്യാസം പറയുന്നതും അതോടൊപ്പം തന്നെ
ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. ആ സമയത്തൊന്നും നമ്മൾ ഒരിക്കലും അതിനെ ആ തരത്തിലേക്ക് ആക്രമിക്കുന്ന ഒരു സമീപനം ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാറില്ല. കാരണം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ NSS ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ എപ്പോഴും മതേതര മൂല്യങ്ങളാണ്. ഞാനിവിടെ സംസാരിക്കുമ്പോൾ ഈ സമയം വരെ അവർ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. നാളെ അവരത് മാറ്റം വരുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ചിന്തിക്കുമ്പോൾ മാത്രമേ അതിനെതിരെ നമ്മൾ വിമർശിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ BJP സംബന്ധിച്ചിടത്തോളം BJP ഏതൊക്കെ തരത്തിലാണ് അവരെ വിമർശനം ഉന്നയിക്കുന്നത്? നമുക്കറിയാം, ഉപരാഷ്ട്രപതി നടത്തിയ സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് തന്നെ ഇതുണ്ട്. റിലീജിയസ് ആയിട്ടും കാസ്റ്റ് ബേസ്ഡ് ആയിട്ടും ഒരു തരത്തിലെ വിവേചനം കാണിക്കാതെ NSSനെ മുന്നോട്ട് കൊണ്ടുപോകാൻ മന്നത്ത് പത്മനാഭന് സാധിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ഒരു മഹാനായ നേതാവിന്റെ നാമധേയം ഉച്ചരിക്കാനുള്ള അർഹത ഈ പറയുന്നവർക്കൊക്കെ ഉണ്ടോ എന്ന് സ്വയം ചിന്തിക്കുന്ന ആളാണ്. റിലീജിയസിന്റെയും കാസ്റ്റിന്റെയും ബേസിൽ ഈ രാജ്യത്ത് പൗരത്വം പോലും നിർണയിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് BJP. ആ BJP ആണ് ഇന്ന് NSSന് ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായ കാര്യം. അതോടൊപ്പം തന്നെ NSS ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ അതിന്റെ ജനറൽ സെക്രട്ടറി ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണ് എന്ന് പറയുമ്പോൾ അത് മാത്രമാണ് ശരി എന്ന് പറയുന്ന തലത്തിലേക്ക് NSS പോകുന്നു എന്നാണ് അവരുടെ മറ്റൊരു അവരുടെ ഉന്നയിക്കുന്ന ആക്ഷേപം. അവിടെയും RSSും സംഘപരിവാറും BJP ഗവൺമെന്റും പ്രതികൂലമാണ്. ഞങ്ങൾ പറയുന്നതാണ് ശരി. ഈ രാഷ്ട്രത്ത് ഞങ്ങൾ തീരുമാനിക്കും. ഈ രാഷ്ട്രത്തിന്റെ എല്ലാ പൈതൃകങ്ങളും, ഈ രാഷ്ട്രത്തിന്റെ എല്ലാ മതപരമായിട്ടുള്ള വിശ്വാസങ്ങളും, പൗരത്വം ഉൾപ്പെടെയുള്ളവ ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ള ഒറ്റ ചിന്തയിൽ പോകുന്ന ഒരു സംഘടന എങ്ങനെയാണ് NSSനോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അർഹതയുള്ളത് എന്നാണ് നമുക്ക് വളരെ വിനയത്തോടു കൂടി ചോദിക്കാനുള്ളത്. ഒരു ഭാഗത്ത് അവരെ വല്ലാത്ത രീതിയിൽ ആക്രമിക്കുകയും, പക്ഷെ മറുഭാഗത്ത് NSS ഞങ്ങൾക്ക് അവിഭാജ്യമായ ഒരു കാര്യമാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സമീപനം. പിന്നെ NSSന്റെ സെക്രട്ടറി എടുത്ത സമീപനം രണ്ട് സമീപനമാണ്. ഒന്ന് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, രണ്ടാമത് സുരേഷ് ഗോപി NSSന്റെ ആസ്ഥാനത്ത് പോയതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് രണ്ടിലും അദ്ദേഹം കൃത്യമായ വിശദീകരണം തന്നിട്ടുണ്ട്. മന്നത്ത് പത്മനാഭന്റെ സ്മൃതി മണ്ഡലത്തിൽ പോകുന്നവർക്ക് ആർക്കും ഒരു വിലക്കുമില്ല. ആ വിലക്കില്ല എന്ന് മാത്രമല്ല, അവിടെ സുരേഷ് ഗോപി സന്ദർശനത്തിന് പോയ സമയത്ത് അദ്ദേഹം അവിടെ പുഷ്പാർച്ചന നടത്തിയിട്ടാണ് പോയത്. പക്ഷെ NSSന്റെ ബഡ്ജറ്റ് സമ്മേളനം നടത്തുന്ന സമയത്ത് അവരുടെ ഇന്റേണൽ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഞങ്ങൾ ആ തരത്തിൽ അവരെ സ്വീകരിക്കണം എന്ന പിടിവാശി BJPക്ക് വേണ്ട എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പിന്നെ അവരുടെ ആചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, ഡോഗ് സ്ക്വാഡിന്റെ ഒക്കെ പരിശോധന വേണം. പക്ഷെ അത് മക്കൾക്ക് പത്മനാഭൻ സ്മൃതി മണ്ഡലത്തിൽ പറ്റില്ല എന്ന ഒരു സമീപനം അവർ സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള സ്വീകരിക്കുന്നത് അതാത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അത് പാലിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് അവിടെ കയറാം എന്നുള്ളതിൽ അവർക്ക് യാതൊരു തർക്കവുമില്ല, ഒരു പ്രയാസവുമില്ല. പക്ഷേ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അതിപ്പം കോൺഗ്രസ് ആയാലും CPM ആയാലും ഇനി വേറെ രാഷ്ട്രീയ പാർട്ടിയൊക്കെ NSS അതിന്റെ നിലപാട് എല്ലാ കാലത്തും സ്വീകരിക്കാറുണ്ട്. ഞങ്ങളെ വെല്ലുവിളിക്കുന്ന സമീപനം അവരെ സ്വീകരിക്കാറുണ്ട്. പക്ഷെ അവർ ഒരു കാര്യത്തിൽ ഉറപ്പാണ്, കേരളത്തിന്റെ തനതായ, ഇന്ത്യയുടെ തനതായ രാഷ്ട്രീയ സംസ്കാരത്തിനും മതേതര സംസ്കാരത്തിനും ഒരിക്കലും NSS ഈ സമീപനം വിട്ടുവീഴ്ചയിട്ടില്ല. ആ വിട്ടുവീഴ്ച ചെയ്യാത്തത് കൊണ്ടാണ് BJP ഈ തരത്തിൽ ആക്രമിക്കുന്നതും അവിടെ എന്തെങ്കിലും ഒരു അധികാരം, അതായത് എങ്ങനെയെങ്കിലും പേടിപ്പിച്ചിട്ട് കീഴ്പ്പെടുത്താൻ സാധിക്കുമോ എന്ന് സമീപനം സ്വീകരിച്ചുകൊണ്ട് BJP പോകുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി നമ്മൾ ഇതിനെ കണ്ടാൽ മതി. ഒരു ഭാഗത്ത് തല്ലുക, ഒരു ഭാഗത്ത് തലോടുക എന്നുള്ള സമീപനം, അത് ഒരു തരം ഭീഷണി സ്വഭാവമാണ്. അത് ഇവര് അവസാനിപ്പിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്നല്ലാതെ അത് സ്ഥിരമായി ഇന്ത്യ രാജ്യത്ത് അവര് ഉയർത്തിക്കൊണ്ടിരുന്ന സമീപനമാണ്. അത് NSS എന്നല്ല, എല്ലാ സംഘടനയോടും അവരുടെ സമീപനം അങ്ങനെ തന്നെയാണ്. അതായത് ദുൽഖുഫിൽ ഈ പറഞ്ഞതുപോലെ BJPയുടെ കെണിയിൽ NSS വീണില്ല എന്ന ഒറ്റ ഉത്തരം അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ അതിനെ നിർവചിക്കാൻ കഴിയില്ലേ?
100%. BJP-യുടെ കെണിയിൽ ശബരിമല വിഷയത്തിൽ അവർ വീണില്ല. അതേപോലെ തന്നെ BJP-യുടെ കെണിയിൽ മറ്റു പല വിഷയത്തിലും അവര് വീണില്ല എന്നതാണ്. പിന്നെ അവര് ചില ചോദ്യങ്ങള് BJP അസ്വസ്ഥമാകുന്ന ചോദ്യങ്ങളാണ്. നമുക്കറിയാം, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ പലതരം ബില്ലുകൾ ഈ രാജ്യത്തിന് ഒരു തരത്തിലും എന്താ പറയുക അംഗീകരിക്കാൻ പറ്റാത്ത ബില്ലുകളൊക്കെ നമ്മളറിയാം അപ്പം ചൂടുന്ന ലാഘവത്തോടെ ചുട്ടെടുക്കുന്ന BJP കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ സംസ്കാരത്തിനും മാനവീയ സംസ്കാരത്തിനും മതേതര സംസ്കാരത്തിനൊക്കെ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ശബരിമലയിൽ ഒരു നിയമനിർമ്മാണം നടത്താൻ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അത്തരം ചോദ്യങ്ങൾ NSS ചോദിക്കുമ്പോൾ സ്വാഭാവികമായും BJPക്ക് പൊള്ളും. BJP-യുടെ രാഷ്ട്രീയം അത് വെളിച്ചത്ത് കൊണ്ടുവരും. ഇവർക്ക് ആ തരത്തിലുള്ള ഭൂരിപക്ഷ സമുദായവുമായി ബന്ധപ്പെട്ട് സ്നേഹമല്ല, മറിച്ച് അവരവരുടേതായ രാഷ്ട്രീയ കച്ചവട താല്പര്യമാണ് എന്നുള്ള കൃത്യമായ ബോധ്യം അത് NSS കൂടിയും പറയുമ്പോൾ അവർക്ക് വല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രയാസം അല്ലെങ്കിൽ പ്രതിരോധം ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഒരു വാശി തീർക്കുന്നതായി നമ്മൾ ഇതിനെ കണ്ടാൽ മതി. യെസ്, രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ MS വേണുഗോപാൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ MS വേണുഗോപാൽ, കേരളത്തിലെ ഏറ്റവും ശക്തമായ സമുദായ സംഘടനകളിലൊന്നായ നായർ സർവീസ് സൊസൈറ്റിയും BJPയും തമ്മിലുള്ള ബന്ധം മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ സങ്കീർണമായൊരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഡൽഹിയിലെ മന്നം സ്മൃതി മണ്ഡപ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നടത്തിയ പരാമർശങ്ങൾ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ നേരിട്ട് ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയ അനുനയ നീക്കം BJPക്കുള്ളിലെ രണ്ട് വ്യത്യസ്ത ചിന്താഗതികളെ പുറത്തു കൊണ്ടുവരുന്നതായിരുന്നു. അതായത് ഡൽഹിയിലൊരു നയം, കേരളത്തിൽ ഒരു നയം എന്നൊരു തരം ഇരട്ടത്താപ്പ് അതിൽ കാണുന്നില്ലേ എന്നാണ് സ്വാഭാവികമായി ഉയരുന്ന സംശയം. അല്ല, അത് NSSൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. NSS അത്ര പെട്ടെന്നൊന്നും ആർക്കും പിടിച്ചടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഘടന അങ്ങനെയാണ്. ഇതിനൊരു 3 ടയർ സംവിധാനമുണ്ട്. കരയോഗങ്ങൾ ഏതാണ്ട് 5500ഓളം വരുന്ന കരയോഗങ്ങളുണ്ട്. അതെ. പിന്നെ ഏതാണ്ട് 10-60 വരുന്ന താലൂക്ക് യൂണിയനുകളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഡയറക്ടർ ബോർഡ് അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ 3 ഘടകങ്ങളിലും ഒരു ഇലക്ഷനിലൂടെയൊക്കെ ജയിച്ച് വരുന്നത് സ്വല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനകത്ത് ആ സ്ഥാപനത്തിൻ്റെ ഘടന തന്നെ ഏതാണ്ട് നമ്മുടെ രാജ്യസഭാ മോഡലിലാണ്. പൂർണ്ണമായി എല്ലാവരെയും ഒന്നിച്ച് തിരഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയല്ല, ഘട്ടം ഘട്ടമായി പലരെ റൊട്ടേഷനിൽ തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് NSSനെ പെട്ടെന്ന് ആർക്കും അങ്ങനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. പക്ഷെ അത് ചിലർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുകൂടെ പരിശോധിക്കേണ്ടതാണ്. ഇന്നത്തെ ജനറൽ സെക്രട്ടറി ശ്രീ G സുകുമാരൻ നായർ ഏറെ വർഷമായി ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുകയാണ്. തലപ്പത്തെന്നല്ല, അദ്ദേഹം സർവീസിൽ ഒരു ക്ലർക്കായി NSSൽ പ്രവേശിച്ച ആളാണ്. ആ വർഷം കേട്ടാൽ നിങ്ങൾ പേടിച്ചു പോകും. 1962 അതെ. ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന മിക്കവരും, ഈ ആങ്കർ ഉൾപ്പെടെയുള്ളവർ അന്ന് ജനിച്ചിട്ട് പോലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇല്ല. അന്ന് അവിടെ ഒരു ക്ലർക്കായി പ്രവേശിച്ച് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി മാറി ഇന്ന് വരെ, അപ്പോൾ വർഷം എത്രയായെന്ന് ആലോചിക്കണം, ഏതാണ്ട് ഒരു 10-65 വർഷമായിട്ട് ആ സംഘടനയിൽ ചുക്കാൻ പിടിച്ചിരിക്കുന്ന സ്ഥാനത്ത് അന്നും ക്ലർക്കായിരിക്കുമ്പോഴും അദ്ദേഹത്തിന് നിർണായകമായ സ്ഥാനം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതെ. അദ്ദേഹം അന്ന് മുതൽ ഒരു 65 വർഷമായിട്ടൊരാൾ ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു സ്ഥാപനം മാത്രമല്ല, അതൊരു വലിയ പ്രസ്ഥാനമാണ്. കേരളത്തിലെ ഒരു പ്രബല വിഭാഗത്തിൻ്റെ, പ്രബലം എന്ന് പറയുന്നത് എണ്ണത്തിൽ മാത്രമല്ല, അത് ഹിന്ദുക്കളിലെ വിഭാഗങ്ങളുടെ എണ്ണം എടുത്താൽ 2ാം സ്ഥാനത്ത് വരുന്നതാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് പ്രോമിനൻ്റായിട്ട് ഈ ഒരു വിഭാഗം രാജഭരണകാലത്തും അത് കഴിഞ്ഞിട്ടും ഇപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലകളിലെല്ലാം വലിയ ശക്തിയായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, ഒരു ജനവിഭാഗമാണ്. ആ ജനവിഭാഗത്തിൻ്റെ ഒരു സംഘടന അതിൽ ഇത്രയും വർഷം ഇരിക്കുമ്പോൾ
ചില മൂല്യസ്തുതികളൊക്കെ വന്നിട്ടുണ്ടാവാം. തീർച്ചയായും അദ്ദേഹത്തിന് ഒരു താൻ പ്രമാണിത്വം കൂടിയിട്ടുണ്ട് എന്ന അഭിപ്രായമുണ്ട്. അത് മാത്രമല്ല, കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള എന്ന മഹാനായ NSS ജനറൽ സെക്രട്ടറി, അതുവരെയുള്ള ജനറൽ സെക്രട്ടറിമാരെ എല്ലാം മഹാന്മാരെന്നാണ് വിളിച്ചിരുന്നത്. കാരണം അവരൊക്കെ വലിയ കോൺട്രിബ്യൂഷൻ നായർക്ക് മാത്രമല്ല ഈ സമൂഹത്തിന് മൊത്തം വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയതാണ്. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു. അവരാരും പൊളിറ്റിക്കൽ രാഷ്ട്രീയ ഭിക്ഷാന്തേകികളായിരുന്നില്ല. അവർ പറയും, മറ്റ് രാഷ്ട്രീയ നേതാക്കൾ അംഗീകരിക്കും എന്നുള്ളതായിരുന്നു. അതായത് പന്നത്ത് പത്മനാഭൻ മുതൽ കിടങ്ങൂർ വരെയുള്ളവർ പറയും, അത് ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഏതാണ്ട് അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് പിന്നെ ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേകിയുടെ റോളിലേക്ക് NSS പോയോ എന്ന് പലർക്കും സംശയമുണ്ട്. NSSൻ്റെ ആദ്യത്തെ പേര് 1914 അത് രൂപീകരിക്കപ്പെട്ടത്. അന്നത്തെ പേര് കേട്ടാൽ നിങ്ങൾക്ക് പ്രത്യേകം തോന്നും. നായർ ഭാരതീയ ജനസംഘം എന്നാണ് അതിൻ്റെ പേര്. നായർ ഭാരതീയ ജനസംഘം. അതെ, അതായത് ഇന്നത്തെ BJPയുടെ ഒരു റോളാണെന്ന് കേരളത്തിൽ ഈ NSS വഹിച്ചിരുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ സ്ഥാപന കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായത് ഈ ചില കമ്മ്യൂണൽ ഡിഫറൻസുകളും അതുപോലെ തന്നെ കമ്മ്യൂണൽ മേൽക്കോയ്മ തിരുവിതാംകൂറിൽ ഹിന്ദുക്കളിൽ പ്രത്യേകിച്ച് നായർക്കാണ് മേൽക്കോയ്മ എന്നൊക്കെ കരുതിയിരുന്ന ഒരു കാലത്ത് ആ പ്രോമിനൻസ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരികയും ഒരു ക്രിസ്ത്യൻ വിഭാഗം അവിടെ ശക്തി പ്രാപിച്ചു വരികയും അവർക്ക് വലിയ പ്രോമിനൻസ് വരികയും അപ്പോൾ തങ്ങൾക്ക് പ്രോമിനൻസ് നഷ്ടപ്പെടുകയും എന്ന ഒരു തോന്നലുണ്ടാകുകയും ഒക്കെ ചെയ്ത കാലഘട്ടത്തിൽ ആണ് ഈ NSS രൂപീകരിക്കപ്പെട്ടതെന്നുള്ളതാണ്. പിന്നീട് അതിൻ്റെ രീതികളൊക്കെ മാറി. പിന്നെ അതൊരു സോഷ്യൽ വിഭാഗമായി മാറി. ക്രിസ്ത്യാനികളുമായിട്ട് ഇഴചേർന്ന് പോകുന്ന ഒരു പ്രസ്ഥാനമായി, അതായത് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയായിട്ട് മാറി എന്ന് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ വിമോചന സമരം എന്ന ഒരു പ്രക്ഷോഭം വന്നപ്പോൾ ക്രിസ്ത്യാനികളും നായന്മാരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ആണ് ആ പ്രസ്ഥാനത്തെ നയിച്ചത്, ആ പ്രക്ഷോഭത്തെ നയിച്ചത്. അത് ഇന്നും മാർക്സിസ്റ്റുകാർ പറയും വലിയൊരു അട്ടിമറി നടത്തി ഞങ്ങളെ തുരത്തിയത് ഇവരൊക്കെയാണെന്ന്. അപ്പോൾ കേരള ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. അതുപോലെ തന്നെ 1977 ഈ NSSന് NDP എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, ഒരു പൊളിറ്റിക്കൽ വിഭാഗം ഉണ്ടായിരുന്നു. അതന്ന് 8 സീറ്റിൽ 7 വിജയിച്ച 8 സീറ്റിൽ അവർ മത്സരിച്ചു, 7 വിജയിച്ചു. ഡെമോക്രാറ്റിക് പാർട്ടി. അതെ, അല്ല, നാഷണൽ അത് പേരൊന്നും നായരില്ല, നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. നാഷണൽ ഡെമോക്രാറ്റിക് പേരൊക്കെ വലിയ പേരുകളാണ്, പക്ഷെ നായരുടെ പ്രസ്ഥാനമായിരുന്നു. അപ്പോൾ അങ്ങനെ 77 അങ്ങനെ വലിയ പൊളിറ്റിക്കൽ SRP ശ്രീനാരായണ റവല്യൂഷണറി പാർട്ടി, അത് അങ്ങനെ രണ്ട്. ശ്രീനാരായണ അല്ല, അതും സോഷ്യലിസ്റ്റ്. നമ്മൾ പേര് കേൾക്കുമ്പോൾ അങ്ങനെ ശ്രീനാരായണ എന്നും ഇത് NSS എന്നൊക്കെ തോന്നുമെങ്കിലും അവരുടെയൊക്കെ പേരുകൾ വലിയ ദേശീയ ബോധമുള്ള പേരുകളായിരുന്നു. പ്രവൃത്തി പലപ്പോഴും ചിലപ്പോൾ സങ്കുചിതമൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിലും പേരുകൾ വലിയ പേരുകളായിരുന്നു. എന്തായാലും ഈ പ്രസ്ഥാനങ്ങൾക്ക് ഒരപജയം സംഭവിച്ചത് കേരളത്തിൽ കരുണാകരൻ്റെ കാലഘട്ടത്തിൽ ഈ NSSൻ്റെ NDPയുടെ അതിഭയങ്കരമായ വളർച്ച അദ്ദേഹത്തെ പെട്ടെന്ന് ഒന്ന് സംശയിപ്പിച്ചു. അത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ തന്നെ തകർത്തളയുമെന്ന് അദ്ദേഹത്തിനൊരു ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പതുക്കെ ഈ NDPയെ ഒന്ന് ചവിട്ടി. അത് കാലക്രമത്തിൽ അത് ലിക്വിഡേറ്റ് ചെയ്ത് പോകുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസും കൂടെയാണ്. NSS നേതൃത്വത്തോട് പറഞ്ഞു, ഇത് വേണ്ട, നിങ്ങളൊരു സോഷ്യൽ റിഫോമേഴ്സായിട്ട് നിന്നാൽ മതി, പൊളിറ്റിക്കൽ രംഗത്ത് നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ അവരെയും ഒരു സഹായവും പിന്നെ കരുണാകരൻ്റെ ചില ബുദ്ധികളും കുതന്ത്രങ്ങളും തന്ത്രങ്ങളും കൊണ്ട് എന്തായാലും NDP അങ്ങനെ ഇല്ലാതായി. പതിയെ SRPയും ഇല്ലാതായി. അത് മാർക്സിസ്റ്റുകാർക്ക് വലിയ സ്വാധീനമുണ്ട് അക്കാര്യത്തിൽ. കാരണം അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഈഴവരായിരുന്നു. അപ്പോൾ ആ വോട്ട് ബാങ്കിൽ കയറി പിടിച്ചതിൻ്റെ ഫലമായിട്ട് അവരും ഈ SRP എന്ന് പറഞ്ഞ സ്ഥാപനം ഇല്ലാതാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു. എന്തായാലും അത് രണ്ടും കാലക്രമത്തിൽ ഇല്ലാതായി. പിന്നെ ഇതിൻ്റെ 2 പ്രധാന നേതാക്കൾ, ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ തലപ്പത്തും, ഇപ്പുറത്ത് ഈ കിടങ്ങൂരിന് ശേഷം അതിനുശേഷം നാരായണ പണിക്കരൊക്കെ വന്നെങ്കിലും നാരായണ പണിക്കരുടെ പിന്നിലും സുകുമാരൻ നായരായിരുന്നു. അദ്ദേഹം 10 വർഷം
അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം 15 വർഷമായിട്ട് ഇപ്പം 2011 എൻ്റെ ഓർമ്മ അദ്ദേഹം പിന്നെ ജനറൽ സെക്രട്ടറി ആയത്. ഇന്നിപ്പോൾ ഒരു 15 വർഷമായിട്ട് 25 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ താക്കോൽ സ്ഥാനത്ത് തന്നെ ഇതേ ഇരിക്കുകയാണ്. അതിനു മുമ്പും താക്കോൽ സ്ഥാനത്ത് ഇരിക്കുന്നവരുടെ വലം കൈയായിരുന്നു. അതായത് താക്കോൽ ഇടുന്നത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. അതെ. അപ്പോൾ ആ ഒരു മേൽക്കോയ്മ അതിനകത്ത് നിന്നിരുന്നു. അതിപ്പോഴും അദ്ദേഹം പിടിച്ചു നിർത്താൻ ശ്രമിക്കും. തീർച്ചയായിട്ടും അതാണ് ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട വസ്തുത. അതായത് ഒരു വാക്കൂടെ പറഞ്ഞോട്ടെ, അതായത് തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ എന്ന് പറയുന്നെങ്കിലും അത് തെരഞ്ഞെടുപ്പല്ല, തിരഞ്ഞ് എടുക്കുന്ന ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ. അതാണ് ഈ ഗണേഷ് കുമാറിനും ഈ സുരേഷ് ഗോപിക്കും ഒക്കെ വലിയ വെപ്രാളം വരുന്നത്. അവിടെ അത് അവർക്ക് മാത്രമല്ല, മറ്റ് രാഷ്ട്രീയ സംഘടനകൾക്കൊക്കെ ഉണ്ട് ഈ പരാതികൾ. പിന്നെ അവർ നേരിട്ട് രംഗത്ത് വരുന്നില്ലെന്നേ ഉള്ളൂ. ഇതിലൊരു ശുദ്ധികലശം ആവശ്യമാണ്. NSS ഒരു വലിയ സാമൂഹിക പ്രസ്ഥാനമായിട്ടും സാമുദായിക പ്രസ്ഥാനമായിട്ടും കേരള ചരിത്രത്തിലെ പഴയ റെക്കോർഡുകൾ നോക്കുമ്പോൾ നിന്നിരുന്ന അതേ സ്ഥാനത്തേക്ക് അവർ നിൽക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇത്തരം വെല്ലുവിളികൾ അവർക്ക് പല കോണുകളിൽ നിന്നും വരും. ഇത് BJP മാത്രമല്ല, ഇനി നാളെ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ ആ വെല്ലുവിളി. അയ്യപ്പ സംഗമം കാലത്ത് അവരിതിനെ ഹൈജാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചതാണ്. അതെ, അവരും ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും. ഏതായാലും അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് BJP പ്രതിനിധി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഇവിടെ കേന്ദ്ര നേതാക്കൾ കടുത്ത ഭാഷയിൽ NSSനെതിരെ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിക്കെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ NSSനെ ചേർത്ത് പിടിക്കുന്നത് BJPയുടെ ഒരു തന്ത്രപരമായ നീക്കം എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടേണ്ടി വരും. അതായത് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ തിരിയുന്നു എന്ന രീതിയിൽ ഒരു ഇത് ചെലുത്തിക്കൊണ്ട് അതേസമയം തന്നെ സമുദായത്തെ പിണക്കാതെയും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുമുള്ള ഒരു ഇരട്ടത്താപ്പല്ലേ ഇതിന് പിന്നിൽ? ശ്രീ ബിനു, ഇതിൽ പ്രത്യേകിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയമോ അതല്ലെങ്കിൽ ഒരു ഇരട്ടത്താപ്പ് നയമോ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും രണ്ട് തട്ടിലോ ഒന്നും BJPയെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഇല്ല എന്ന് മാത്രമല്ല, NSSുമായി എക്കാലത്തും ശക്തമായിട്ടുള്ള സൗഹൃദ ബന്ധം പുലർത്തിക്കൊണ്ടു പോന്നിട്ടുള്ള പാർട്ടിയാണ് BJP. അത് മാത്രമല്ല, നിരവധി BJP പ്രവർത്തകർ, BJP നേതൃത്വത്തിലിരിക്കുന്നവരൊക്കെ NSSുമായി ഹൃദയബന്ധം പുലർത്തുകയും അവിടെ വളരെ അടുപ്പം പുലർത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. NSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സുമായി ബന്ധമില്ലാത്ത BJP നേതാക്കന്മാർ വളരെ കുറവാണ്. അതും ഇപ്പോ അടുത്ത് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി, അതായത് ഇന്നലെയും ഇന്നുമൊക്കെയായി മാധ്യമങ്ങളിൽ നടത്തുന്ന പ്രചരണം എന്ന് പറയുന്നത് BJPക്കെതിരെ NSS അല്ലെങ്കിൽ NSSനെതിരെ BJP എന്നൊക്കെ പറഞ്ഞൊരു പ്രചരണം നടത്തി NSSന്റെ അനുഭാവികൾക്കിടയിലോ അതിന്റെ പ്രവർത്തകർക്കിടയിലോ നേതൃത്വത്തിനിടയിലോ ഒരു BJPക്കെതിരായിട്ടുള്ള ഒരു വികാരം സൃഷ്ടിക്കുക, BJP പ്രവർത്തകർ NSSനെതിരാണ് എന്നൊരു പ്രചരണം നടത്തുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഒരു ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള പ്രചരണം എന്ന് മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. അതിനപ്പുറത്തേക്ക് NSSുമായി ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും ഒരു കാലഘട്ടത്തിലും അങ്ങനെ ഒരു തെറ്റായ ഒരു പ്രചരണത്തിലേക്ക് പോകുന്ന ഒരു നടപടിയും BJPയുടെ ഒരു നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന്, സംസ്ഥാനമല്ല, ദേശീയമല്ല, ജില്ലയല്ല, ഒരു ഘട്ടത്തിലും ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ 2 തട്ടിൽ നിന്നുകൊണ്ട് അഭിപ്രായവും BJPക്കകത്തില്ല. BJPക്കകത്ത് ഒറ്റ അഭിപ്രായമേ ഉള്ളൂ, 2 തട്ടിലുള്ള അഭിപ്രായമൊന്നുമില്ല. പിന്നെ NSSന്റെ നേതൃത്വം, നേരത്തെ ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകൻ സൂചിപ്പിച്ചതുപോലെ NSSന്റെ നേതൃത്വത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളോ ഇനി അതല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ അതല്ലെങ്കിൽ മാനസികമായ സംഘർഷങ്ങളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാനും അതെല്ലാം സംസാരിച്ച് പരിഹരിക്കാനും നേരിട്ട് കണ്ട് പരിഹരിക്കാനും കഴിയുന്ന നേതൃത്വമുള്ള പാർട്ടിയാണ് BJP. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു വേവലാതിയും ആ കാര്യത്തിനകത്തില്ല. പിന്നെ എനിക്ക് 2 കാര്യം ബിനു സൂചിപ്പിക്കാനുള്ളത്, BJPയുടെ ഒരു നേതാവോ 2 നേതാവോ മാത്രമല്ല, എത്രയോ നേതാക്കന്മാർ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെയുള്ള ആളുകൾ NSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോവുകയും BJPയുടെ സംസ്ഥാന അധ്യക്ഷന്മാർ പോവുകയും സംസ്ഥാന നേതൃത്വത്തിലിരിക്കുന്ന ഭാരവാഹികൾ പോവുകയും എത്രയോ ഘട്ടങ്ങളിൽ ഞങ്ങൾ ആ ഹെഡ്ക്വാർട്ടേഴ്സുമായി ബന്ധം പുലർത്തുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് അതിനകത്തൊന്നും ഞങ്ങൾക്ക് യാതൊരു വേവലാതിയുമില്ല, പ്രചരണത്തിനൊരു യാതൊരു അടിസ്ഥാനവുമില്ല. മറ്റൊന്ന്, ശ്രീ ബിനു, എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ രാഷ്ട്രീയ നിരീക്ഷകൻ അദ്ദേഹം വളരെ കൃത്യമായി NSSന്റെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ച്
അതുപോലെ തന്നെ ആ കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് എങ്ങനെയാണ് ഈ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം സവിസ്തരം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഒരു കാര്യമേ സൂചിപ്പിക്കാനുള്ളൂ. NSS നേതൃത്വവുമായി BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ ഇതിനു മുൻപ് സംഘത്തിന്റെ RSSന്റെ രണ്ടാമത്തെ സർസംഘചാലക് ഗുരുജി, പൂജനീയ ഗുരുജി എത്ര ഘട്ടങ്ങളിൽ മന്നത്താചാര്യനെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് അതിന്റെ നേതൃത്വത്തിലിരിക്കുന്നവരും അതിന്റെ പ്രവർത്തകരും BJPയുടെ പ്രവർത്തകരും RSSന്റെ പ്രവർത്തകരും ഞങ്ങൾ എല്ലാവരും കാണുന്നവരല്ലേ, അതിന്റെ ചരിത്രം അറിയുന്നവരല്ലേ, എത്ര ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട് അത് പരിശോധിക്കുന്നത് നല്ലതല്ലേ. എറണാകുളത്ത് നടന്നിട്ടുള്ള എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അറിവ് ശരിയാണെങ്കിൽ, എറണാകുളത്ത് നടന്നിട്ടുള്ള പ്രോഗ്രാമിൽ മന്നത്താചാര്യൻ തന്നെ പങ്കെടുത്തിട്ടുണ്ടല്ലോ. ഒരു ഘട്ടത്തിലല്ല, 2 ഘട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മന്നത്താചാര്യനെ നേരിട്ട് അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി സന്ദർശിക്കുന്ന സാഹചര്യം ഗുരുജിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴല്ല, ഏതാണ്ട് 50, 60, 70 വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധം മുറിക്കാനോ അതല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാനോ കഴിയുന്ന ഒരു തലത്തിലല്ല സംഘപരിവാർ പ്രസ്ഥാനങ്ങളും BJPയും NSSും ഒക്കെ ആയിട്ടുള്ള ബന്ധം. അതിൽ എന്തെങ്കിലും വിള്ളലുണ്ടാക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള വിടവുണ്ടാക്കാനോ നിസ്വാരസ്യം ഉണ്ടാക്കാനോ എത്ര ശ്രമിച്ചാലും നടക്കുന്ന കാര്യവുമല്ല. അതിൽ ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ആ അല്ല, കാര്യത്തിനകത്തില്ല. ഈ താഴമൺ മറ്റൊന്ന്, കുടുംബത്തെ കുറിച്ചൊക്കെ KS രാധാകൃഷ്ണൻ പറഞ്ഞ നിലപാടുകളും BJPയുടെ നിലപാടുകളും തമ്മിലൊക്കെ വിയോജിപ്പുകളുണ്ട്, പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. അതിനെ സംബന്ധിച്ചൊക്കെ പാർട്ടിയുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. പാർട്ടിക്കകത്ത് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായം വ്യത്യസ്തമായി പറയുന്ന ഒരു സാഹചര്യമില്ല. പിന്നെ വ്യക്തിപരമായി BJPക്കകത്തുള്ള എല്ലാ നേതാക്കന്മാർക്കും അവരവരുടേതായ അഭിപ്രായമുണ്ട്. അത് പാർട്ടിയുടെ അഭിപ്രായത്തിനോട് യോജിച്ചു പോകുന്നത് മാത്രമാവണമെന്നില്ലല്ലോ. അപ്പൊ അതും പാർട്ടി അഭിപ്രായവുമായി കൂട്ടിച്ചേർക്കുന്നതിന് യാതൊരു പ്രസക്തിയും ആ കാര്യത്തിനകത്തില്ല. പിന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ BJP എടുത്തിട്ടുള്ള നിലപാട് പോലെ ഇടതുപക്ഷ ഗവൺമെന്റ് എടുത്ത തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ശബരിമലയുടെ വിഷയത്തിൽ BJP എടുത്ത നിലപാട് പോലും അല്ല, നിലപാടെടുക്കാൻ കഴിഞ്ഞ ശബരിമലയുടെ ഏത് വിഷയത്തിൽ പാർട്ടിയാണ് BJP കേരളത്തിൽ? എന്ത് നിലപാടെടുത്തു എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത്. കാരണം സ്വർണ്ണക്കൊള്ളയിൽ എന്ത് നടപടിയാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടായത്? മോദി വന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്? ഞങ്ങളെല്ലാവരെയും പിടിച്ചകത്തിടും, ഇത് കൊള്ള നടത്തിയവരെല്ലാം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ആണെങ്കിലും അവരെല്ലാം അഴിക്കുള്ളിലാക്കുമെന്ന് പറഞ്ഞിട്ട് എന്ത് നടപടി ഉണ്ടായി? ശ്രീ വിനു, അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള കൺട്രോളിലുള്ള ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അതിൽ മറ്റേതെങ്കിലും ഒരു ഏജൻസിക്ക് ഇടപെടാൻ കഴിയുമോ? അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിന്റെ ഒരു മോണിറ്ററിംഗിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം നടക്കുകയല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ ഇടതുപക്ഷത്തിന്റെ സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് UDF വന്നിട്ട് 2 മാസം ആവാറായല്ലോ. അവർ ഒന്ന് ഇടപെടട്ടെ, അവരൊന്ന് അന്വേഷിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് അതിൽ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അതിന്റെ അഭിപ്രായം പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഏതൊക്കെ സമയത്ത് നിലപാടുകൾ സ്വീകരിക്കണമോ ആ സമയത്ത് ഭക്തരോടൊപ്പം നിന്നുകൊണ്ട് ശബരിമലയുടെ സംരക്ഷണത്തിന് വേണ്ടി എക്കാലത്തും അഭിപ്രായം രൂപീകരിക്കുകയും നിലപാട് സ്വീകരിക്കുകയും ശക്തമായി പോരാട്ടത്തിന് ഇറങ്ങുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ് BJP. അതുകൊണ്ട് അതിനകത്തൊന്നും ഞങ്ങൾക്കോ ഭക്തന്മാർക്കോ ശബരിമല വിശ്വാസികൾക്കോ ഒന്നും യാതൊരു അഭിപ്രായ വ്യത്യാസവും ആ കാര്യത്തിനകത്തില്ല. അതുകൊണ്ട് ഈ തരത്തിൽ BJPയുടെ രാഷ്ട്രീയ ഇടപെടലുകളിൽ അസ്വാരസ്യമുണ്ടാക്കുന്ന മാനസികമായി സംഘർഷമുണ്ടാക്കുന്ന UDFനെ സംബന്ധിച്ചും LDFനെ സംബന്ധിച്ചും അവർക്ക് വേവലാതി ഉണ്ടാകും. NSSനെ തമ്മിൽ തെറ്റിക്കണം, SNDPയെ തമ്മിൽ തെറ്റിക്കണം, BJP ഏതെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അപമതിപ്പുണ്ടാക്കുന്ന വാർത്തകൾ ഉണ്ടാക്കണം. അതിലൊക്കെ ഞങ്ങൾ ഇതൊക്കെ സസൂക്ഷ്മം കാണുകയും ചർച്ച ചെയ്യുകയും അതിൽ അവരുടെ അതാത് സംഘടനകളുടെ നേതൃത്വമായി ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ഒരു തരത്തിലുള്ള ഒരു അസ്വാരസ്യവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലില്ല, ഉണ്ടാകാനും പോകുന്നില്ല. അങ്ങനെ ഒരു അഭിപ്രായം രൂപീകരിക്കപ്പെട്ടിട്ടുമില്ല. NSS അതിനെ സംബന്ധിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ഏതെങ്കിലും കടുത്ത പ്രചരണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ടോ? ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. പിന്നെ ഏതൊരു സംഘടനയെ സംബന്ധിച്ചും അഭിപ്രായം പറയാനുള്ള അവകാശവും അധികാരവും ഒക്കെ ഏതൊരു ജനാധിപത്യ പ്രക്രിയയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു പാർട്ടിക്കുമുണ്ട്, ഏതൊരാൾക്കുമുണ്ട്. അതിന്റെ NSSന്റെ മാത്രമല്ല ഒരു സംഘടനയുടെയും ഒരു ഔദ്യോഗികമായിട്ടുള്ള തലത്തിൽ നിൽക്കുന്ന സംവിധാനത്തിലും ഇടപെടുന്ന ഒരു ശീലമോ രീതിയോ ഘടകകക്ഷികളുടെ പോലും ഇടപെടുന്ന ഒരു രീതിയോ ശീലമോ BJPയെ സംബന്ധിച്ചില്ല. അങ്ങനെ ഒരു നടപടിയും BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല. BJPയെ സംബന്ധിച്ച് ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ, അതിനപ്പുറത്തേക്കില്ല. അതിനെ തെറ്റിക്കാനും ആരും നോക്കണ്ട.
തെറ്റിക്കാനും പോകുന്നതല്ല. ഏതായാലും ഈ പറഞ്ഞതുപോലെ ആദ്യം ശബരിമല യുവതീ പ്രവേശനത്തിൻ്റെയൊക്കെ നിലപാടുകളിൽ BJPയുടേത് എന്തായിരുന്നുവെന്നും ഒക്കെ ഉള്ളത് കേരളീയ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദുൽഖിഫിലേക്ക് പോവുകയാണ്. ദുൽഖിഫിൽ ഈ പറഞ്ഞതുപോലെ സമദൂര സിദ്ധാന്തം BJPക്ക് എതിരല്ലേ എന്നുള്ള ഒരു സംശയം BJPക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJP രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിൽ അതായത് സുകുമാരൻ നായരുമായി തനിക്കുള്ള വ്യക്തിപരമായ അടുപ്പം എടുത്തു പറയുന്ന രാജീവ് ചന്ദ്രശേഖർ അതേസമയം തന്നെ കേന്ദ്ര നേതൃത്വത്തെയും സുരേഷ് ഗോപിയെയും മുൻനിർത്തി NSS നേതൃത്വത്തിൻ്റെ രാഷ്ട്രീയ പിടിവാശികളെ തകർക്കുക എന്ന തന്ത്രമല്ലേ പയറ്റുന്നത്? അല്ല, ഇതിലിപ്പോ രാഷ്ട്രീയ നിരീക്ഷകനായാലും BJPയുടെ വക്താവായാലും ഒരേ നിലപാടും ഒരേ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതില് നമുക്കിപ്പോ NSSുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അവരുടെ ശൈലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമുക്കതിൽ വിമർശിക്കുന്ന ആർക്കും ഒരു പ്രയാസവുമില്ല. അങ്ങനെ നമ്മൾ BJP വിമർശിക്കുകയാണെങ്കിൽ ആദ്യം വിമർശിക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശനല്ലേ. വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ആരോപണങ്ങളാണ് ഈ സംസ്ഥാനത്തും ഈ രാജ്യത്തൊക്കെ ഉയർന്നു വന്നത്. അപ്പോ BJP എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്തത്? BJP അദ്ദേഹത്തിന് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി കൊടുത്ത് അദ്ദേഹത്തെ എങ്ങനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുമോ ആ തരത്തിലേക്ക് പ്രോത്സാഹിപ്പിച്ചല്ലേ മുന്നോട്ട് പോകുന്നത്. അപ്പോ ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന സാമുദായിക സംഘടനാ നേതാവിനെ ഞങ്ങളെ ചൊൽപ്പടിക്ക് നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുക. മറുഭാഗത്ത് NSS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയും കൂടെയാണ്. ഞാൻ അദ്ദേഹത്തെ ഒരുപാട് തവണ വിമർശിച്ച ആളാണ്. പക്ഷേ അപ്പോഴൊക്കെ നമുക്ക് അദ്ദേഹത്തോടും ആ സംഘടനയോടുള്ള ഒരു ബഹുമാനം എന്ന് പറയുന്നത് ഒരു കാലത്തും സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു സമീപനവും NSS സ്വീകരിച്ചിട്ടില്ല. പിന്നെ നേരത്തെ ശബരിമലയുടെ വിഷയത്തിലൊക്കെ സംസാരിച്ചു. ശബരിമല വിഷയത്തിൽ അയ്യപ്പ സംഗമത്തിലൊക്കെ NSSന്റെ നിലപാട് ഇടതുപക്ഷത്തിന്റെ കൂടിയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് NSS നിലപാട് ഇടതുപക്ഷത്തിന്റെ കൂടിയായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ ആ സമയത്തും ഞങ്ങളൊക്കെ എടുക്കുന്ന ഒരു നിലപാടുണ്ട്. സാമുദായിക സംഘടനാ നേതൃത്വം അവരുടെ കാര്യത്തിൽ അവർ കൃത്യമായി നിലപാട് സ്വീകരിച്ച് അവർ പോകട്ടെ, മറിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സമീപനം സ്വീകരിച്ചു പോകട്ടെ. എന്തിനാണ് NSSന്റെ താല്പര്യമില്ലാതെ ആ ആസ്ഥാനത്തേക്ക് പോകേണ്ട ആവശ്യം എന്തിനാണ്? അങ്ങനെ പോയിട്ട് അവരെ സ്വീകരണം കിട്ടാതിരിക്കുമ്പോൾ പരിഭവിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ഇപ്പോ മന്നത്ത് പത്മനാഭന്റെ സ്മൃതി മണ്ഡപത്തിൽ പോകുന്നതിൽ ആർക്കും ഒരു വിലക്കുള്ളത് ഞാനറിയില്ല. അപ്പോ അത്തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ആ തരത്തിലേക്ക് മുന്നോട്ട് പോകാം. അല്ലാതെ NSSന്റെ നേതാക്കന്മാർ പണ്ട് പറഞ്ഞതൊക്കെ രാഷ്ട്രീയ നേതൃത്വം കേൾക്കാറുണ്ട്, ഇപ്പോൾ കേൾക്കാറില്ല എന്നൊക്കെ പറയുമ്പോൾ അന്ന് NSSന്റെ നേതൃത്വം പറയുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് യോജിച്ചു പോകാൻ പറ്റുന്ന സമീപനമായിരുന്നു. മറിച്ച് അത് പിന്നീട് അത് മാറ്റങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ നേതൃത്വത്തിന് അതിനോട് ചില വിമുഖത കാണിക്കേണ്ടി വരും. ആ വിമുഖത കാണിക്കുന്നതും അതോടൊപ്പം തന്നെ അതും ഇപ്പോഴുള്ള വിവാദവും തമ്മിൽ നമ്മൾ ഒരു താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇപ്പം നടക്കുന്നത് എന്താണ്? ഇപ്പം നടക്കുന്നത് മന്നത്ത് പത്മനാഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞു, ഗുരുജിയുടെ കാര്യം പറഞ്ഞു. ഗുരുജിയുടെ 60 വർഷങ്ങൾക്ക് മുമ്പ് RSS എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ജനസംഘം എന്തായിരുന്നു നമുക്കറിയുന്ന കാര്യമാണ്. ഇന്നത്തെ RSSന്റെ സ്വഭാവവും അന്നത്തെ RSSന്റെ സ്വഭാവവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. അപ്പൊ അധികാരം കയ്യിലുണ്ടാകുമ്പോഴാണ് RSS പോലെയുള്ള BJP പോലുള്ള സംഘടനകളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അവർ അധികാരത്തിലെത്തിയിട്ട് എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്തത്? ആ സമയത്ത് തന്നെ നമ്മൾ അതിനോട് വളരെയധികം വിയോജിപ്പ് പ്രകടിപ്പിച്ചവരാണ്. പക്ഷേ ഇന്ന് ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം, പാസ്പോർട്ട് പോലും പൗരത്വമായി ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്ന ഒരു സംഘടന. അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലും ഏതൊക്കെ തരത്തിൽ ജാതി വേർതിരിവ് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് അന്വേഷിച്ച് അതേപോലെ തന്നെ അവിടെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഘടന. മറിച്ച് അതേപോലെ നമുക്കറിയാം, ഇപ്പം താരസംഘടനയെ അമ്മയിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണം എന്താണ്? BJPയുടെ വല്ലാത്ത ഇടപെടലാണ്. BJP എല്ലാ ഇടങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇടപെടാൻ പറ്റുന്ന എല്ലാ സാമുദായിക അതേപോലെ തന്നെ മറ്റു സംഘടനകളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തങ്ങളുടെ രാഷ്ട്രീയ ഇച്ഛക്കനുസരിച്ച് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു വിഫല ശ്രമമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന പ്രസിഡന്റ് ഒരു കാര്യം പറയുന്നു, അതിന്റെ അഖിലേന്ത്യാ നേതൃത്വം മറ്റൊരു കാര്യം പറയുന്നു. കേരളത്തിൽ ആകെ ജയിച്ചു പോയ ഒരു MP എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയാണ്, അദ്ദേഹമാണ് കേന്ദ്രമന്ത്രി, അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നു. അപ്പൊ ആ തരത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട്
RSSും സംഘപരിവാറും BJP മുന്നോട്ട് പോകുന്ന സാഹചര്യം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ BJPയുടെ സുഹൃത്ത് കൃഷ്ണനെ സൂചിപ്പിച്ചു. അതിൽ എനിക്ക് വലിയ വിയോജിപ്പുണ്ട്. കാരണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കുന്നത് കൊണ്ട് കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ബാലിശമാണ്. ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ വിഷയമുണ്ടെങ്കിൽ EDയെയും അതേപോലെ തന്നെ മറ്റുള്ള എൻഫോഴ്സ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അയച്ച് ഇവിടെ വേട്ടയാടുന്ന ഒരു സംവിധാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ അന്വേഷണ സംഘം. ആ അന്വേഷണ സംഘം ഈ സമയം വരെ ഈ പറയുന്ന സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. നമുക്കറിയാം, ഇപ്പോ അയോധ്യയിൽ വലിയൊരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ പറയുന്ന പോലെ വലിയ കൊള്ള നടത്തിയിട്ട് ഏത് തരത്തിലുള്ള സമീപനമാണ് BJP സ്വീകരിക്കുന്നത് നമുക്കറിയാം. അപ്പൊ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഹിന്ദു വിശ്വാസപരമായി ബന്ധപ്പെട്ടുകൊണ്ടോ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം തങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് എന്തൊക്കെ ലാഭം ഉണ്ടാകും, എങ്ങനെയൊക്കെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമോ ആ തരത്തിലുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് അവർ NSSന്റെ അടുത്ത് ആ തരത്തിലുള്ള സമീപനം സ്വീകരിച്ചപ്പോൾ അത് NSS ചെറുക്കുന്നു എന്നതാണ്. ആ ചെറുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യക്തിപരമായിട്ട് ആക്രമിക്കുക എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. അദ്ദേഹം 25 വർഷമോ 30 വർഷമോ താക്കോൽ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും സംസാരിക്കേണ്ട സമയം ഇതല്ലല്ലോ. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? BJPയുടെ ഇംഗിതത്തിന് വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ BJPയുടെ ഇംഗിതത്തിൽ വഴങ്ങുന്നില്ലെങ്കിൽ ആ സംഘടനകളെ മുഴുവൻ ആക്രമിക്കുക. ഇംഗിതത്തിന് വഴങ്ങുന്നവരെ നമ്മൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമുണ്ട്. വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യുന്നത് കൂടി ആ സംഘടന ഒരു എന്താ പറയാ പൊൻതിളക്കമുള്ള സംഘടനയായി മാറുന്ന സമീപനം സ്വീകരിക്കുക. അതേ സമീപനമാണ് SNDPയുടെ കാര്യത്തിൽ എടുക്കുന്നത്. അതേ സമീപനം NSSന്റെ കാര്യത്തിൽ എത്തുമ്പോൾ മറിച്ചാണ്. അപ്പൊ ആ തരത്തിലേക്ക് BJPയുടെ വാഷിംഗ് മെഷീനിലിടാൻ ഇവരെ കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ടാണ് ഇപ്പോ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കള്ളക്കേസിന്റെ കേസിലായാലും കൊള്ളയുടെ കേസിലായാലും ശബരിമലയുടെ കേസിലായാലും അയോധ്യയുടെ കേസിലായാലും ഒക്കെ ഇതേ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് BJP മുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രീയ ലക്ഷ്യത്തിനപ്പുറത്തേക്ക് അവരുടെ താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞ NSS BJPയുടെ ചില കാര്യങ്ങളാണ്. ഞാൻ അതിനോട് പൂർണ്ണമായി വിയോജിപ്പിക്കുകയാണ്. ഒരു കാലത്തും NSS BJPയുടെ ബദലായിട്ടൊന്നും മാറിയിട്ടില്ല. NSS സ്വാഭാവികമായിട്ടും ഹൈന്ദവ സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹിന്ദു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി NSS സംസാരിച്ചിട്ടുണ്ടാവും. അതെങ്ങനെ BJPയുമായിട്ട് താരതമ്യം ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. ഏത് രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞാലും അതിനോടൊന്നും യോജിക്കാൻ സാധിക്കില്ല. കാരണം അങ്ങനെ ഒരു സമീപനം ഒരു കാലത്ത് NSSന് ഇല്ല. NSS എല്ലാ മതേതര രാഷ്ട്രീയ പാർട്ടികളുമായി യോജിച്ചു നിന്നുകൊണ്ട് കൃത്യമായ നിലപാട് സ്വീകരിച്ചു കൊണ്ടുപോയ സംഘടനയാണ്. ആ സംഘടന അത് മാത്രമല്ല, കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊണ്ട് നമുക്കറിയാം. വിമോചന സമരം എന്ന ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭമാണ്. അതില് ക്രൈസ്തവരുണ്ട്, പിന്നെ ഇസ്ലാം മതവിശ്വാസികളുണ്ട്, NSS ഉണ്ട്, എല്ലാ SNDP എല്ലാ രാഷ്ട്രീയ സംഘടനകളും ഒരുമിപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ സമരം നടത്തിയത്. അപ്പൊ അതുകൊണ്ട് NSSന് ആ തരത്തിലേക്കുള്ള സമീപനം സ്വീകരിക്കുന്നില്ല. NS അതേ സ്ഥാനത്ത് ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ അവകാശങ്ങൾ അവിടെ അതേപോലെ തന്നെ നായർ കമ്മ്യൂണിറ്റിയുടെ അവകാശങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായ നിലപാട് സ്വീകരിക്കാറുണ്ട്. അത് ഭരണകൂടം അംഗീകരിപ്പിക്കാറുണ്ട്. അതിലെന്താ തെറ്റ്? അതിലൊരു തെറ്റുമില്ല. അത് അവരുടെ നിലപാട് അങ്ങനെ തന്നെ ആയിരിക്കണം. തീർച്ചയായിട്ടും. ഏതായാലും MS വേണുഗോപാൽ, ഈ NSS ഉയർത്തുന്നത് മതേതര മൂല്യങ്ങൾ തന്നെയാണ്. നമുക്കറിയാം SNDP NSSും പരിശോധിച്ചാൽ വെള്ളാപ്പള്ളി നടേശനൊക്കെ പല അവസരത്തിലും പല നിലപാടുകളും പറയാറുണ്ട്, കാരണം ഓരോരുത്തരെ ജയിപ്പിക്കുന്ന കാര്യത്തിലും. പക്ഷേ NSS അന്നും ഇന്നും എന്നും ഈ പറഞ്ഞതുപോലെ സമദൂര സിദ്ധാന്തത്തിലൂന്നി മതേതര മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സംഘടന കൂടിയാണ്. അപ്പോൾ NSSൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു കാലത്തും BJP ഇടപെട്ടിട്ടില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ഇനിയൊട്ട് ഇടപെടുകയുമില്ല. ഹിന്ദു സമൂഹത്തിലെ സുശക്തമായ സമുദായ സംഘടന എന്ന നിലയിൽ NSSനെയും ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെയും BJP ഏറെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ കേരളത്തിലേക്ക് എത്തിയ എനിക്ക് എല്ലാവിധ പിന്തുണയും സഹായങ്ങളും നൽകിയ ആളാണ് NSS ജനറൽ സെക്രട്ടറി. ഏറെ വ്യക്തിപരമായ അടുപ്പവും എനിക്കുണ്ട്. ലക്ഷക്കണക്കിന് വരുന്ന നായർ സമുദായങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന നായർ സർവീസ് സൊസൈറ്റിയെയും അതിന് നേതൃത്വം വഹിക്കുന്ന ജനറൽ സെക്രട്ടറിയെയും രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJP ഏറെ ഉത്തരവാദിത്തത്തോടെ മാത്രമേ സമീപിക്കൂ എന്ന് പറയുമ്പോഴാണ് ഒരു വശത്ത്
ഈ സുരേഷ് ഗോപിയുടെയും ഉപരാഷ്ട്രപതിയുടെയും ഒക്കെ അതുപോലെ തന്നെ രാധാകൃഷ്ണൻ്റെയും ഒക്കെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു വശത്ത് ഇത്തരത്തിലുള്ള ചിന്താഗതിയും മറുവശത്ത് അത് പല വിഷയങ്ങളിലും നമ്മൾ NSSൻ്റെ വിഷയങ്ങളിൽ BJP എടുത്തിട്ടുള്ള നിലപാടുകൾ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് വരുന്ന അല്ലെങ്കിൽ ഇനി വരുന്ന ദിനങ്ങളിൽ ഏത് തരത്തിലായിരിക്കും അത് കേരളത്തിൽ പ്രതിഫലിക്കുക? അല്ലത് പിന്നെ NSSൻ്റെ നിലപാടുകൾ എപ്പോഴും രാഷ്ട്രീയപരമായി കൂടെ ചിലപ്പോൾ നിർണായകമായിട്ട് വരാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹിന്ദു സമുദായത്തിലെ രണ്ടാമത്തെ പ്രബല സമുദായമാണ്. അതെ, അതുകൊണ്ട് 12% ജനത ഉള്ള ഒരു സംഘടനയാണ്, ജനതയെ പ്രതിനിധീകരിക്കുന്ന ഒരു സാമുദായിക സംഘടനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചില്ലറ കാര്യമല്ല. രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റും അതിൽ ഇപ്പോൾ 5500 കരയോഗങ്ങൾ ഉണ്ട്. അവിടെ ഒരു 10 ഭാരവാഹികളായാൽ തന്നെ 55,000 പേര് ഡയറക്റ്റായിട്ട് അതിനകത്ത് ബന്ധപ്പെടും. പിന്നെ അതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും അതിൻ്റെ കരയോഗ അംഗങ്ങളും ഒക്കെ കൂടെ ചേരുമ്പം ഏതാണ്ട് 5 ലക്ഷം പേര് അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് ബന്ധപ്പെടും. പിന്നെ വനിതകൾക്കും ഇതുപോലത്തെ ഒരു സമാജമുണ്ട്. അതിലും ഏതാണ്ട് 4,500 പേര് 4,500 പിന്നെ സംഘടനയായിട്ടുണ്ട്. അതിലും ഒരു 4 ലക്ഷത്തോളം പേര് വനിതകളൊക്കെ വരാം. അപ്പോൾ ഏതാണ്ടൊരു പിന്നെ കുട്ടികളുടെ സമാജമുണ്ട്. ഇങ്ങനെ ഒരു 10 ലക്ഷത്തിന് അടുപ്പിച്ച് ആൾക്കാരെ ഡയറക്റ്റായിട്ട് ഇത് കൂടെ നിർത്തുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ആ സംഘടനയിൽ രാഷ്ട്രീയ താല്പര്യവുമായിട്ട് എല്ലാവരും വരും. അപ്പോൾ ഇവിടെ മതേതര സംഘടന ഇതൊരു മതേതര സംഘടനയാണെന്ന് പറഞ്ഞാലേ മുസ്ലിം ലീഗ് മതേതര സംഘടനയല്ലേ. മതേതര സംഘടന എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു സംഘടനയ്ക്ക് നിൽക്കാൻ ഒക്കില്ല. അത് എല്ലാവരും ഈ മുഖംമൂടി അണിയുന്നവരാണ്. കേരള കോൺഗ്രസ് മതേതര സംഘടനയല്ലേ. അപ്പോൾ NSS, SNDP ഇങ്ങനെ തുടങ്ങി ഏത് ധീവരസഭ അല്ലെങ്കിൽ ബ്രാഹ്മണ സഭ ഇതെല്ലാം മതേതര സംഘടന. അല്ല, ഞാൻ പറഞ്ഞ ആശയങ്ങൾ പലപ്പോഴും ഇപ്പം SNDPയെ സംബന്ധിച്ച് BDJS എന്ന് പറഞ്ഞ ഒരു സംവിധാനം അല്ലെങ്കിൽ അത് NDAയുടെ ഭാഗമായി മാറുന്നു. അത് BJPയുടെ അല്ലെങ്കിൽ ആ ഒരു NDAയുടെ ഒരു മുന്നണിയിൽ നിൽക്കുന്നു. പക്ഷേ NSSൽ അത്തരത്തിൽ അവരുടെ നിലപാടുകൾ എപ്പോഴും സമദൂരം എന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം എന്നാണ് അവർ അർത്ഥമാക്കുന്നത്. പലപ്പോഴും അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അല്ല, ഈ സമദൂരം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം ശരി ദൂരം പറയും. അവിടെയല്ലേ തെറ്റിപ്പോണത്. ഇലക്ഷൻ സമയമാകുമ്പോൾ പറഞ്ഞിട്ട് ഒന്നിടത്തോട്ട് തിരിയും. BJPയിലോട്ട് തിരിയാറുമില്ല. അതാണ് അവർക്ക് കെറു വരുന്നത്. ഞാൻ BJPക്കാരനായിട്ടല്ല. ഈ സമദൂര സിദ്ധാന്തം എപ്പോഴും BJPക്ക് എതിരായി തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ് BJPക്ക് ഇത്രയധികം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അസ്വസ്ഥത, അസഹിഷ്ണുത സൃഷ്ടിക്കുന്നത്. BJP അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടാണ്. സർവോപരി അവനൊരു കമ്മ്യൂണിസ്റ്റുകാരനും കൂടെ ആണെന്ന് പറഞ്ഞാൽ പിന്നെ ഒരുത്തനും തിരിഞ്ഞു നോക്കില്ല. അതുപോലെ ഒരു ഐത്തം അവർക്ക് കുറേ നാളായിട്ടുണ്ട്. പക്ഷേ അതവർ മാറ്റിക്കൊണ്ട് വരികയാണ്. അപ്പം കുറേ പേർക്ക് കൂടുതൽ വിഷമങ്ങൾ വരും. അതുകൊണ്ടാണ് പിന്നെ NSS പോലുള്ള സംഘടനകളെ ചിലർ സംരക്ഷിക്കാനായിട്ട് കൂടുതൽ ആലോചിക്കുന്നത്. BJP എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ അവർക്ക് ഈ കേരളത്തിലെ ഒരു കൊച്ചു സാമുദായിക സംഘടനയെ പിടിച്ചടക്കാനൊന്നും ഒരു 5 മിനിറ്റ് പോലും വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരങ്ങനെ ശ്രമിച്ചാൽ. അങ്ങനെ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഞാനിതുവരെ മനസ്സിലായത്. കാരണം അങ്ങനെ ശ്രമിച്ചാൽ അവരുടെ അസ്തിത്വം തന്നെ നശിക്കും. കാരണം അവരത്തരത്തിലുള്ള പിന്നെ വേണ്ടാതിനത്തിന് ഓരോ സംഘടനയും അതിൻ്റെതായ രീതിയിൽ, ഹിന്ദു സംഘടനകളായാലും മറ്റ് സംഘടനകളായാലും അതിൻ്റെതായ രീതിയിൽ നിൽക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനിത് BJPയുടെ വക്താവായിട്ട് പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ഞാനത് നിഷ്പക്ഷമായിട്ട് പറയുന്നതാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവിടെ ക്രിസ്ത്യൻ വർഗീയതയും മുസ്ലിം വർഗീയതയും സ്വീകരിക്കപ്പെടുകയും ഹിന്ദുവിൻ്റെ പേരിൽ എന്ത് പറഞ്ഞാലും, അതാണ് ഞാൻ പറഞ്ഞത്, സർവോപരി കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ പറയുന്നത് സർവോപരി അവനൊരു BJPക്കാരനാണ് അല്ലെങ്കിൽ RSSകാരനാണ് അല്ലെങ്കിൽ സംഖ്യയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ യാതൊന്നും പറയേണ്ട കാര്യമില്ല. ആ വിധത്തിലൊരിതുണ്ട്. അതവർ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായും മാറിയിട്ടില്ല. അതിനി ഭരണം കിട്ടി കുറച്ച് ഈ ഭരണത്തിൽ വരുമ്പോൾ എല്ലാവർക്കും അത് തേയ്മാനം വരുമല്ലോ. ഈ ഒരുപാട് ഇപ്പം VD സതീശനെ കുറിച്ച് ഒരുപാട് എതിർപ്പ് പറഞ്ഞവരൊക്കെ VD സതീശൻ ക്യാമനാണെന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ പിണറായി വിജയൻ അധികാരത്തിൽ വളരെ മോശമാണ്, നികൃഷ്ടനാണ്, എത്രയോ കൊലപാതകം നടത്തുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അധികാരത്തിൽ ഇരുന്ന 10 വർഷം അദ്ദേഹത്തിന് പൂജ നടത്തിയവരാണ് ഇവിടെ പലരും ഉള്ളത്. അപ്പോൾ ഇത് അധികാരം കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയും
അപ്പോൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വരെയാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുപോലെയാണ്. അധികാരത്തിൽ വരുന്നവരെ അവരെ ആർക്കും കണ്ടുകൂടായിരുന്നു, അധികാരത്തിൽ വന്നിട്ടും കണ്ടുകൂടായിരുന്നു. പിന്നെ അവർ പച്ച പിടിച്ചത് ഒരു 77-ന് ശേഷമാണ്. ഈ മാറി മാറി ഭരണം വന്നപ്പോൾ മുതലാണ് അവരും പച്ച പിടിച്ചത്. അപ്പോൾ ഈ കേരളത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, മതവുമായി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം മതവുമായി ചേർന്നതാണ്, കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം മതവുമായി ചേർന്നതാണ്, എന്തിന് CPM-ൻ്റെ രാഷ്ട്രീയവും മതവുമായി ചേർന്നതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM അല്ലേ. ആ വോട്ട് ബാങ്ക് നഷ്ടപ്പെടാതിരിക്കാനാണ് അവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാലാകാലങ്ങളിൽ ഇതിന് പുതിയ അടവുകളും പുതിയ ആശയങ്ങളും അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കാൻ സാധാരണ ജനത്തിന് കഴിയും. നമ്മുടെ അന്തിച്ചർച്ചയിൽ ഇത് കവർ ചെയ്താൽ കവർ ആവില്ല. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവനും കേട്ടോണ്ടിരിക്കുന്നവനും ഇത് വ്യക്തമായിട്ട് മനസ്സിലാകും. ഇപ്പം ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ ഒരു ചെറിയ പിശക് വന്നാൽ പിറ്റേ ദിവസം എനിക്കറിയാം, അത് എന്നെ കാണുന്ന 10 പേര് പറയും, അല്ലെങ്കിൽ മൊബൈൽ വാട്സാപ്പിൽ മെസ്സേജ് വരും, താങ്കൾ പറഞ്ഞതിൽ ഇന്ന ഒരു അപാകതയുണ്ട്. കാരണം ജനം അത്രയ്ക്ക് വളരെ സാഗൂതം ഇതിനെയെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് NSSൻ്റെ പ്രവർത്തനത്തിൽ അവർ ക്ലാരിറ്റി വരുത്തണം. ഞാൻ പറഞ്ഞ സമദൂരമാണെങ്കിൽ സമദൂരത്തിൽ പോകണം. അതിനിടയ്ക്ക് ശരിദൂരം എന്ന് പറഞ്ഞിട്ട് ഇടത്തോട്ട് തിരിയും, അത് കഴിഞ്ഞിട്ട് വലത്തോട്ട് തിരിയും. പിന്നെ ചില സന്ദർഭങ്ങളിൽ BJP ചെയ്തത് ശരിയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, BJPയുടെ ഒപ്പം നിന്നിട്ടുമുണ്ട്. അപ്പോൾ ഇത് ആ രീതിയിൽ പോകുമ്പം ശത്രുത കൂടും. ആ BJP ചേരിയിൽ നിന്ന് പിണറായി വിജയനാണ് പിടിച്ച് അയ്യപ്പ സംഗമം നടന്നപ്പം ഇപ്പുറത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഇതൊക്കെ കലാകാലങ്ങളിൽ ഓരോ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തകർ അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി, ഞാൻ പറഞ്ഞില്ല, ഒരു 10 ലക്ഷം വോട്ട് പിന്നെ ഡയറക്റ്റായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു സംഘടനയാണ് NSS എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റായിട്ട് അതിലേക്കാൾ കൂടുതലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞൊരു 10 ലക്ഷം പേര് ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്നതിൽ ഒരു നല്ല വിഭാഗം NSS ഉചിതമായ തീരുമാനമാണ് എടുക്കുന്നത്. നായർക്ക് വേണ്ടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ, നായരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ അവരോടൊപ്പം നിൽക്കാൻ ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട്. ഞാൻ നായർ സർവീസ് സൊസൈറ്റിയുടെ ഈ കരയോഗങ്ങൾ പോലും ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ അതിനകത്തൊരു 10-25 പേര് വന്നാലായി. ഈയിടെ എൻ്റെ അറിവിൽ തന്നെ ഞങ്ങളുടെ ആ പ്രദേശത്ത് തന്നെ ഒരു പിന്നെ 4-5 കരയോഗങ്ങളുടെ യോഗങ്ങൾ ഞാനിങ്ങനെ വണ്ടി പോകുന്ന വഴിക്കപ്പോൾ കണ്ടത് തന്നെ വലിയ ആൾക്കൂട്ടമാണ്. 1000-2000 പേരൊക്കെ ഒരു കരയോഗത്തിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. അത്രയധികം സംഘടിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്, സംഘടിക്കാൻ അവർക്ക് ശക്തിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് BJP ഇത്തരത്തിൽ ഓരോ രാഷ്ട്രീയ BJP മാത്രമല്ല, BJP അങ്ങനെ പിടിക്കാൻ പോകുന്നെന്ന് വേറുള്ളവർ പറയും. സുകുമാരൻ നായർക്കെതിരെ തിരിയുമ്പോഴും ഈ സമുദായത്തെ ചേർത്ത് പിടിക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. അല്ല, അത് തീർച്ചയായിട്ടും വരുമല്ലോ. അവരുടെ ഐഡിയോളജി, പിന്നെ ഹിന്ദുത്വ എന്ന് പറയുന്ന ഐഡിയോളജിയെ ബേസ് ചെയ്ത് വരുമ്പോൾ അവർ അത്തരത്തിലുള്ള വിഭാഗങ്ങളെ മുഴുവൻ, അത് NSSനെ മാത്രമല്ല, ധീവരസഭയെ വരെ അല്ലെങ്കിൽ പിന്നെ ദളിതനെ വരെ അവർ ആ ശ്രേണിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. അത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റമാണ്. ഇതിന് കാരണം എന്താണ്? ഇത് കാലാകാലങ്ങളിലായിട്ട് അദ്വാനിയുടെ വാക്കി പറഞ്ഞ സൂഡോ സെക്കുലറിസം, അതിൻ്റെ ഒരു പരിവർത്തനമാണ് അവർക്ക് കിട്ടിയ അഡ്വാൻറ്റേജ്. ഇപ്പം അത് ജനം വിഡ്ഢിയായതുകൊണ്ടല്ല, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും വിഡ്ഢിയായതുകൊണ്ടാണോ BJP വോട്ട് ചെയ്യുന്നത് വിചാരിക്കുന്നത്? ഒരു സൂഡോ സെക്കുലറിസം നിലനിന്നിരുന്നു. ആ സൂഡോ സെക്കുലറിസം എന്താണെന്ന് ജനം തിരിച്ചറിഞ്ഞതാണ് ഇപ്പോൾ പ്രശ്നം. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, UDF ആയാലും കോൺഗ്രസ് ആയാലും ഇന്ത്യ മുന്നണി ആയാലും നിങ്ങൾ സെക്കുലർ ആകുക. മറ്റൊരാൾ കേൾക്കുമ്പം തോന്നരുത് അതിനകത്ത് എന്തെങ്കിലും മായം ചേർത്തിട്ടുണ്ടെന്ന് തോന്നിയാൽ നിങ്ങളുടെ സെക്കുലറിസത്തിൽ വിശ്വസിക്കില്ല, മറ്റവൻ്റെ വർഗീയതയിലും ചിലവ് വിശ്വസിച്ചു വരും. ശ്രീ P. കൃഷ്ണദാസ്, ഈ താഴമൺ കുടുംബം ശബരിമല തന്ത്രിസ്ഥാനം ഒഴിയണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണനാണ് പറഞ്ഞത്. ശബരിമലയ്ക്കും ഭക്തർക്കും അവമതിപ്പും ദുഃഖവും ഉണ്ടാക്കിയെന്നും ഇവർ ശബരിമലയ്ക്ക് അശുദ്ധി വരുത്തിയെന്നുമാണ് രാധാകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ശബരിമലയിൽ ആചാരലംഘനം നടത്തി അശുദ്ധി വരുത്തിയ മനീതി സംഘം പോലും തന്ത്രി കുടുംബം ചെയ്ത അത്ര അശുദ്ധി ശബരിമലയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നിലപാടല്ല BJPക്കുള്ളത്. അപ്പോൾ ഈ വൈസ് പ്രസിഡന്റ് അടക്കം ഇങ്ങനെ ഒരു നിലപാട് പറയുന്നു. എന്താണ് BJPയിൽ സംഭവിക്കുന്നത്? ബിനു, ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് 1-2 കാര്യങ്ങൾ പറയാതെ പോകരുതല്ലോ. ഒന്ന്, ബിനു, കേരളത്തിൽ NSS ഒരു മതേതര സംഘടനയാണ് എന്ന് പറയാനുള്ള വലിയ വ്യഗ്രത നടന്നുകൊണ്ടിരിക്കുകയാണ്. NSS ഒരു സാമുദായിക സംഘടനയാണ്. NSSലെ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു സാമുദായിക സംഘടനയാണ്. അതിനപ്പുറത്തേക്ക് അതിനൊരു വലിയ മതേതരത്വ പരിവേക്ഷ്യം എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ ഞാൻ വരാം.
അതിന്റെ ആശയങ്ങൾ NSSന്റെ മാത്രമല്ല, ഈ രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഭരണഘടനാപരമായ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനക്കും മതേതരത്വ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അത് നിയമപരമായ നടത്തിപ്പിന്റെ കൂടി പ്രശ്നമാണ്. രണ്ടാമത്തത്, ഇനി NSSന്റെ ഒരു മുൻകാല ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ NDP 1974 NDP എന്നുള്ള പാർട്ടിയായിട്ട് രൂപീകരിക്കപ്പെടുന്നത്, അതിന്റെ ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് എന്നുള്ള നിലക്ക്. ആ NDP 1980 ആരുടെ കൂടെയാ പോയത്? UDFന്റെ കൂടെയാണ് പോയത്. ആ UDFന്റെ കൂടെ പോകുമ്പോൾ BJP ഉണ്ട്. 1996 വരെയുള്ള ഏതാണ്ട് നീണ്ട 16 വർഷക്കാലം NDP ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റായി ഉപയോഗിക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്തത് UDF ആണ്. ആ UDF ആ കാലഘട്ടങ്ങളിൽ എന്തൊക്കെയാണ് NSSനോട് ചെയ്തത്? എന്തെങ്കിലും ഒരു പ്രയോജനം UDFനെ കൊണ്ട് NSSന് ഉണ്ടായിട്ടുണ്ടോ? അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ, കാലഘട്ടത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇനി BJPയെ സംബന്ധിച്ച് ഞാൻ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് വരുന്ന BJP RSS പ്രവർത്തകർ അല്ലെങ്കിൽ സംഘപരിവാർ പ്രവർത്തകർ ഈ NSSന്റെ അംഗങ്ങളാണെന്നേ, അതിന്റെ പ്രവർത്തകരാണെന്നേ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നവരാണെന്നേ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ഒരു അഭിപ്രായ വ്യത്യാസമോ ഒരു തർക്കമോ ഒന്നും ആ കാര്യത്തിനകത്തില്ല. NSS ഒരു സാമുദായിക സംഘടന എന്നുള്ള നിലക്ക് അതിന്റെ ഉദ്ദേശശുദ്ധിയും അതിന്റെ പ്രവർത്തനവും ആ ഒരു സമുദായത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഇതിൽ രാഷ്ട്രീയം കൊണ്ടുവരുന്നത് ആരാണെന്ന് അറിയാമോ ബിനു? പ്രധാനമായും ഈ കോൺഗ്രസിനകത്തുള്ള ചില ഗ്രൂപ്പ് സമവാക്യങ്ങളുണ്ട്. ആ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ശരിയാകാതെ വരുമ്പോൾ, അതല്ലെങ്കിൽ അതിന്റെ അധികാരത്തിലേക്ക് ഞങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ല, അത് പിടിച്ചെടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല, ചില മന്ത്രിസ്ഥാനങ്ങൾ ഞങ്ങൾക്ക് നേടാൻ കഴിയുന്നില്ല, അത് വ്യക്തിപരമാണ് ബിനു, അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമില്ല അതിനകത്ത്. ആ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ചില സാമുദായിക സംഘടനാ നേതാക്കന്മാരുടെ പിൻബലം വേണമെന്ന് വരുമ്പോഴാണ് ഈ സാമുദായിക സംഘടനകളെ കുറ്റം പറയുകയും ഈ സാമുദായിക സംഘടനകളോട് ഒപ്പം നിൽക്കാൻ ശ്രമിക്കുകയും അവരെ ചാഞ്ഞും ചെരിഞ്ഞും അവരോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്നത്. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും എങ്ങനെയാണ് മന്ത്രിസ്ഥാനം കിട്ടുന്നത് എന്നുള്ളത് അവർ തന്നെ ഒന്ന് ആലോചിച്ചാൽ പോരെ, അല്ലെങ്കിൽ NSSന്റെ ആളുകളോട് ചോദിച്ചാൽ പോരെ, അവർ പറഞ്ഞു തരുമല്ലോ എങ്ങനെയാണ് ഇതൊക്കെ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്കൊന്നും കടക്കാൻ, അതൊക്കെ അവരുടെ താല്പര്യങ്ങൾ, അതൊക്കെ അവിടെ നടന്നോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, NSSനെ സംബന്ധിച്ച് നേരത്തെയും ഇപ്പോഴും ഒരു ഘട്ടത്തിലും BJPയുമായൊരു തർക്കമില്ല, തർക്കത്തിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. NSSന്റെ നേതൃത്വത്തിൽ നിന്ന്, അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് BJPക്കെതിരായിട്ടുള്ള ഒരു നിലപാടുകളും ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല, ഞങ്ങളുടെ ഭാഗത്ത് തിരിച്ചും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ തിരിച്ചൊന്ന് പറയട്ടെ ശ്രീ ബിനു, BJPയെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ ഇവിടെ സംസാരിച്ച കോൺഗ്രസിന്റെ പ്രതിനിധി അല്ലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു, ദുൽഫിക്കൽ. അതെ, ദുൽഫിക്കൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, BJPക്ക് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ NSSനെ കൊണ്ട് നടക്കുന്നില്ല, SNDPയെ കൊണ്ട് നടക്കുന്നു. ഞങ്ങൾക്ക് NSSും SNDP മാത്രമല്ല ദുൽഫിക്കൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ പാർട്ടി അടക്കമുള്ള പാർട്ടികളുടെ നേതാക്കന്മാരുമായി ഞങ്ങൾ ബന്ധപ്പെടും. അതിന്റെ കാരണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളടക്കമുള്ള, ദുൽഫിക്കൽ അടക്കമുള്ള ആളുകൾ BJP ആവണമെന്ന് ആഗ്രഹിക്കുന്നവരാ, ഞാനടക്കമുള്ള ആളുകൾ. ഞങ്ങൾ ബിനുവിനെ ബന്ധപ്പെടും, ഞങ്ങൾ രാജഗോപാലിനെ ബന്ധപ്പെടും, ഞങ്ങൾ ദുൽഫിക്കറിനെ ബന്ധപ്പെടും, ഞങ്ങൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളെയും ബന്ധപ്പെടുമെന്നേ. ഞങ്ങൾ അവരെക്കായിട്ട് സൗഹൃദം വെക്കും, ഞങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും. അതിന് NSS മാത്രമല്ല, SNDP മാത്രമല്ല, ഈ രാജ്യത്തെ എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സുമായും പൊളിറ്റിക്കൽ പാർട്ടിയുമായും എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങളുമായും പല വിഷയങ്ങളിലും നയങ്ങളാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഞാൻ പൂർത്തിയാക്കാന്ന്. അങ്ങനെ വരുമ്പോൾ ഞങ്ങളോട് സഹകരിക്കുന്നവർ ഞങ്ങളോടൊപ്പം വരും, ഞങ്ങളോട് സഹകരിക്കാത്തവർ ഞങ്ങളെ എതിർക്കും. ഞങ്ങൾ ആ നിലപാടുകൾ അതിനനുസരിച്ച് ഞങ്ങൾ തിരുത്തേണ്ടത് തിരുത്തും, തിരുത്തിക്കേണ്ടവരുടെ ഭാഗത്ത് നിന്ന് തിരുത്തിക്കാനുള്ള നടപടി ഉണ്ടാവും. പിന്നെ അങ്ങ് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. ശബരിമലയുടെ കാര്യത്തിൽ BJP എക്കാലത്തും എടുത്തിട്ടുള്ളത് വിശ്വാസ സംരക്ഷണത്തിന്റെ നിലപാടാണ്. ആ വിശ്വാസ സംരക്ഷണത്തിന്റെ നിലപാടിൽ ഒരു മാറ്റവും ഒരു കാലഘട്ടത്തിലും BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. രണ്ട്, ശബരിമലയുടെ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചത് ഇടതുപക്ഷമാണ്, ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചത്. ആ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു? ഇതൊന്ന് കാണണ്ടേ? ഇപ്പൊ ശബരിമലയിൽ അന്ന് വിശ്വാസ സംരക്ഷണത്തിന് തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ സാമുദായിക സംഘടനകളും തെരഞ്ഞെടുപ്പ് സമയത്ത് വേണമായിരുന്നു. പക്ഷേ പിന്നീട് സംഭവിച്ചത് എന്താണ്? ചുരുക്കി വളരെ കൺക്ലൂഡ് ചെയ്തോളൂ. അല്ലല്ല, അത് വേണ്ടാത്തത് കോൺഗ്രസിനാണെന്ന്. ഞാനതിന്റെ കാരണത്തിലേക്ക് വരാം.
ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നവരാണ് UDF ആണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അല്ല, ശബരിമലയിൽ അന്ന് യുവതീ പ്രവേശനം വന്ന സമയത്ത് അതിനെ അനുകൂലിക്കുന്ന നിലപാടെടുത്ത O രാജഗോപാൽ അടക്കം ജന്മഭൂമി അടക്കം നമ്മൾ കണ്ടതാണല്ലോ. ബിനു എന്ന് പറയും, കോൺഗ്രസിന്റെ ഏത് നേതാവാണ് പമ്പയ്ക്കപ്പുറം പോയി സമരം നടത്തിയത്? വേണ്ട, പമ്പ വേണ്ട, 13 ജില്ലയിൽ കടന്ന് സമരം നടത്തിയ ഏത് കോൺഗ്രസിന്റെ നേതാവാ? വേണ്ട, സെക്രട്ടേറിയറ്റ് നടത്തി സമരം നടത്തുക. അല്ലല്ല, അതിലൊക്കെ ഒരുപാട് രാഷ്ട്രീയമുണ്ട്. അതായത് ഈ പറഞ്ഞതുപോലെ അന്ന് ഇതിന് ജനപിന്തുണ അല്ലെങ്കിൽ ഭക്തർക്കൊപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് RSS നടത്തിയ ഒരു നിലപാട് മാറ്റത്തെ തുടർന്നുണ്ടായ ആൾക്കൂട്ടവും ഒക്കെ കണ്ടിട്ടാണ് ഈ നിലപാട് മാറ്റം വന്നത്. ഞാനൊരു മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കാം. സെക്രട്ടേറിയറ്റ് മുതൽ പമ്പ വരെയുള്ള ഒരു സ്ഥലത്ത് UDF ഒരു സമരം നടത്തിയിട്ടില്ല. ഇനി പോട്ടെ, ഇനി സമരം നടത്തിയ സാധാരണക്കാരായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരുണ്ട്. ഏതാണ്ട് 4000-ലധികം കേസുകളാണ് അയ്യപ്പ ഭക്തന്മാർക്കെതിരെ ഇടതുപക്ഷ ഗവൺമെന്റ് എടുത്തത്. ആ ഇടതുപക്ഷ ഗവൺമെന്റ് എടുത്ത കേസുകളിൽ ഒരെണ്ണം പിൻവലിക്കാൻ ഈ സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? പിൻവലിക്കേണ്ടതല്ലേ? സാധാരണ നിലയ്ക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് പിൻവലിക്കേണ്ടതല്ലേ? ഇതിനൊരു മറുപടി വളരെ ചുരുക്കി, സമയം കുറവാണ്. പിന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നടത്തേണ്ട സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ അമ്പലത്തിൽ കാര്യം പ്രശ്നമുണ്ടാക്കുമെന്നുള്ള കോൺഗ്രസിന് നയമൊന്നല്ല. അതിനൊന്നും കോൺഗ്രസ് പാർട്ടി കിട്ടിയില്ല. അതേസമയം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കുമുണ്ട് ഒരുപാട് കേസ്. ഞങ്ങൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കെതിരെ കേസുണ്ട്. പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ശബരിമലയോട് ആത്മാർത്ഥതയുള്ള BJP സമയം വരെ എന്താണ് ചെയ്തത്? നേരത്തെ സൂചിപ്പിച്ചു, NSS കോൺഗ്രസുമായി സഹകരിച്ചിട്ട് എന്താണ് NSSന് കിട്ടിയത്? കഴിഞ്ഞ 13 വർഷമായി BJP ആണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. എന്ത് ഉപകാരമാണ് NSSന് പിന്നെ BJP കേന്ദ്ര സർക്കാർ കൊണ്ട് കിട്ടിയത്? ഞാൻ BJP എന്ന് പറയുന്നില്ല, കേന്ദ്ര സർക്കാർ. പിന്നെ അതേപോലെ രാഷ്ട്രീയ നിരീക്ഷണം പറയുന്ന ഇവിടുത്തെ സെക്യുലർ സ്വത്വത്തെ പറ്റി എന്റെ രാഷ്ട്രീയ നിരീക്ഷണം എനിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമുള്ളൂ. ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ ഒരാളെ പോലും MP-മായി ജയിപ്പിക്കാൻ സാധിക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത്. നിങ്ങൾ അവിടെ എവിടെയാണ് സെക്യുലറിസം കാണുന്നത്? അപ്പൊ ആ തരത്തിലേക്ക് യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തിരുന്ന അബ്ദുൽ സലാമിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ട് അവര് മുസ്ലിം ലീഗ് തോൽപ്പിക്കല്ലേ ഇത്? അപ്പൊ പിന്നെ എങ്ങനെയാണ് അവർക്കൊരു അത് പറയരുത്. അവര് സ്ഥാനാർത്ഥികളൊക്കെ നിർത്തിയിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ ആ ഘട്ടത്തില് ആ സ്ഥലത്തെ മുസ്ലിങ്ങൾ തയ്യാറായിട്ടില്ല. പിന്നെ ഹിന്ദുക്കൾ ഇപ്പോ ഗാന്ധിനഗറിൽ നിർത്തി ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലാക്കാം. അവിടെ നിർത്തി ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവര് അല്ലെങ്കിൽ ഗുജറാത്തിൽ നിർത്തി അല്ലെങ്കിൽ UP യിൽ നിർത്തി ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷം ഉള്ളിടത്ത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി പാർലമെന്റിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് മന്ത്രിയാക്കണം എന്ന് പറഞ്ഞാൽ അവര് ചിലപ്പോൾ സമ്മതിച്ചെന്നിരിക്കില്ല. ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു, മതേതരത്വം എന്ന് പറഞ്ഞാൽ മതേതരത്വം ആയിരിക്കണം, ഇരട്ടത്താപ്പ് ആവരുത്. ഇരട്ടത്താപ്പ് മതേതരത്വം വർഗീയത പറയുന്നവന് വോട്ട് കിട്ടും. ഞാൻ പ്രത്യേകം പറയാം. CPM-നൊന്നും നിങ്ങൾ പറയുന്ന ഈ മതേതരത്വത്തിന്റെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ നിങ്ങൾ വളർന്നിട്ടില്ല. പിന്നെ ഞാൻ ആരുടെയും വക്കാലത്ത് പിടിച്ച് പറയുന്നതല്ല. പക്ഷെ മതേതരത്വം എന്ന് പറയുമ്പോൾ അതിനകത്ത് വർഗീയത വന്നാൽ മതേതരത്വം പറയുന്നവന് യാതൊരു വിലയും കിട്ടില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് നന്നായി അല്ലല്ല, എന്നെ ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞോണ്ടാ എന്നെ ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞോണ്ടാ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ അത് പറയുന്നില്ല. അല്ല, ഞാൻ പറയട്ടെ, അതുകൊണ്ട് അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന നിങ്ങളുടെ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത്തവണ NSS പറഞ്ഞ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പിന്നെ VD സതീശനാണോ? അല്ലല്ലോ. അപ്പൊ കോൺഗ്രസിന്റെ നിലപാടുണ്ട്. പിന്നെ ഈ ആരെങ്കിലും അങ്ങനെ സ്വാധീനിച്ചിട്ട് അത് തെറ്റാണ്. ആ തെറ്റാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞിട്ട് ഒരു പ്രയാസമില്ല. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള നിലപാടൊക്കെ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ചില ഏതെങ്കിലും സമുദായ സംഘടന നേതാക്കന്മാർ ഇടപെടുന്നത് ശരിയല്ല. രാഷ്ട്രീയത്തിലേക്ക് സമുദായ സംഘടനയും തീർച്ചയായും ഏതായാലും NSS-ഉം BJP-യും തമ്മിലുള്ള ബന്ധം മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ സങ്കീർണമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. BJP ഈ വിഷയത്തിൽ ഡൽഹിയിലൊരു നയം, കേരളത്തിലൊരു നയം എന്ന രീതിയിൽ പോകുന്നു. ആ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്തത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധി ദുൽഖുഫിൽ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ MS വേണുഗോപാൽ, 3 പേർക്കും നന്ദി. ബിഗ് ന്യൂസ് സമാപിക്കുന്നു. ജയ് ഹിന്ദ്.